അമേരിക്കൻ ഡിമാൻഡിന് വഴങ്ങിക്കൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിതിലൊരു വ്യക്തതയില്ല, ആരാണ് സുഹൃത്ത്, ആരാണ് ശത്രു. ഇപ്പോൾ ചൈന ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ ചൈന സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിദേശ നയത്തിലെ ഒരു പരാജയത്തിലാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു സംഭവ വികാസമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. മറ്റൊന്ന്, നേരത്തെ രണ്ടാമത് സംസാരിച്ച നമ്മുടെ അതിഥി വച്ചിട്ടുള്ള കുറേ കണക്കുകളുണ്ട്. ആ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇന്ത്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളൊരു ചോദ്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഷാദ് ചോദിച്ചൊരു ചോദ്യവും അപ്പോൾ പിന്നെ ശരിയാണ്, ചൈനയും ഇന്ത്യയും തമ്മിൽ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയില്ല, എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് കീഴടങ്ങി കൊടുക്കുന്ന ഒരു നയത്തിലേക്ക് കുറേ വർഷങ്ങളായിട്ട് പോയിട്ടുള്ളത് എന്നുള്ള ചർച്ച നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എനിക്ക് തോന്നുന്നത് ചൈനയെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അമേരിക്ക ലോക താല്പര്യത്തിനും ഇന്ത്യൻ താല്പര്യത്തിനും കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നമ്മൾ മാറിപ്പോകുന്നത്. ഞാൻ ആദ്യം സംസാരിച്ച നമ്മുടെ അതിഥി സംസാരിക്കുമ്പോൾ ഞാൻ എന്തോ ഈ സാങ്കേതിക തകരാറ് മൂലം മുഴുവൻ കേട്ടില്ല. പക്ഷേ ഞാൻ കേട്ടൊരു ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടു, ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആരാ അമേരിക്ക? ലോകത്ത് 900-ലധികം സൈനിക കേന്ദ്രങ്ങൾ, മിലിറ്ററി ബേസസ്, സൈനിക താവളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ന് ലോകത്ത് ഒരൊറ്റ ആയുധ സഖ്യം, മിലിറ്ററി സഖ്യം മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അതിന്റെ പേര് നാറ്റോ എന്നാണ്. ആ നാറ്റോ ആണ് ലോകത്തെ മൊത്തം സൈനിക ചെലവിന്റെ 73%, അതായത് വാങ്ങലിന്റെ ആയുധം കൈകാര്യം ചെയ്യലിന്റെ 73% കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു സൈനിക സഖ്യത്തിന്റെ പേരാണ് നാറ്റോ എന്നുള്ളത്. ആ നാറ്റോക്ക് നേതൃത്വം കൊടുക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ രൂപീകരിക്കുന്നത്, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ അമേരിക്ക ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. IMF ഉൾപ്പെടെ, ലോകബാങ്ക് ഉൾപ്പെടെ ലോക സാമ്പത്തിക സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളെയും കഴുത്ത് ഞെരിക്കുന്നതിൽ അമേരിക്കയുടെ റോള് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര രാജ്യങ്ങൾ, ഇതിപ്പോൾ ഈ വർഷം വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടതിന് 50-ാം വർഷമാണ്. അതായത് വർഷങ്ങളോളം നീണ്ട ഭീകരത നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വിയറ്റ്നാം എന്ന രാജ്യത്ത് ആളുകളെ കൊന്നൊടുക്കിയതെന്ന്. ലോകത്ത് 40-ലധികം രാജ്യങ്ങളിൽ അട്ടിമറി നടത്തിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട് അമേരിക്കക്ക്. ആ അമേരിക്കയെ ലോകത്ത് ജനാധിപത്യം സംരക്ഷിക്കും, ലോകത്ത് സമാധാനം പുലരാൻ വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കും, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഈക്വലായിട്ടുള്ള ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് കൂടെ നിൽക്കും എന്ന് പറയുന്നത് ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അജ്ഞതയാണ്. നമ്മൾ ലോകത്തിലെ മനുഷ്യരുടെ അഭിമാനത്തിനും അന്തസ്സിനും അല്ലെങ്കിൽ തുല്യാവകാശത്തിനും മേലെ കയറി മേയുന്ന ഒരു രാജ്യമാണെന്നുള്ള വിമർശനം അംഗീകരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു TP ശ്രീനിവാസൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അമേരിക്കയുടെ സ്ട്രക്ചർ ജനാധിപത്യ സ്ട്രക്ചറാണ്. ഇപ്പോൾ തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ എടുക്കുന്ന പൊസിഷനോട് പോലും വിയോജിക്കുന്ന മനുഷ്യരതിനകത്തുണ്ട്. ആ വിയോജിപ്പുകൾ പുറത്തു വരുന്നു. അമേരിക്കയിലെ അപ്പലേറ്റ് കോടതി പോലും ഈ തീരുവ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ശരിയല്ല എന്ന വിധി പ്രസ്താവിക്കുന്നു. അപ്പോൾ അത്തരം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംഗതികളുടെ സാധ്യതയും തിരുത്തുകളുടെ സാധ്യതയും അവിടെയുണ്ട്. ചൈനയിലാണെങ്കിൽ ആ തീരുമാനം അഡമൻ്റ് ആയിരിക്കും എന്ന വ്യത്യാസത്തെ നാം കാണണം. അമേരിക്ക പലതരക്കും ഭീകര സ്വഭാവത്തിൽ പെരുമാറിയിട്ടുള്ള രാജ്യമായിരിക്കുമ്പോൾ തന്നെ നമുക്കത് എനിക്കൊന്ന് നിഷാദ് മറ്റൊരു വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു കക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉള്ള ഒരു വിയോജിപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യം എങ്ങനെയായിരിക്കണം, സ്ട്രക്ചറാണോ ജനാധിപത്യം, ജനങ്ങളെ ഉൾക്കൊള്ളുന്നതാണോ ജനാധിപത്യം, ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പരിഗണിക്കുന്നതാണോ ജനാധിപത്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. അമേരിക്കയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത്, ലോകത്ത് ഏറ്റവും ചെലവേറിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നാണ്. ആരുടെ താല്പര്യമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താം.